നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ബെൻസൺസ് ട്രാവൽസ് എന്ന എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. രാവിലെ ഹിമാലയം അങ്ങനെ തൻ്റെ പൂർണ്ണ പ്രൊഫൈൽ കത്തി നിൽക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ ഇന്നത്തെ എൻ്റെ പ്രഭാതം തുടങ്ങുന്നത്. കഴിഞ്ഞ 1-2 ദിവസങ്ങളിലായി കാർമേഘം വന്ന് മൂടി ഹിമാലയത്തെ കാണാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ ഹിമാലയം അങ്ങനെ തൻ്റെ പൂർണ്ണ പ്രൊഫൈൽ നിൽക്കുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ യാത്ര മുൻഷിയാരിയിലെ ഖലിയ ടോപ്പ് എന്നറിയപ്പെടുന്ന ഒരു ഹൈക്കിംഗ് ഡെസ്റ്റിനേഷനിലേക്കാണ്. രാവിലെ എൻ്റെ ഹോം സ്റ്റേയിൽ ഒരു ലിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന അവസരത്തിലാണ് ഈ ഡ്രൈവർ തൻ്റെ പിക്കപ്പ് വാനുമായിട്ട് വന്നത്. ഒരു കയ്യിൽ ഫോണും മറ്റേ കയ്യിൽ സ്റ്റിയറിങ്ങും, കണ്ണുകൾ ഈ ഇടുങ്ങിയ റോഡിലും ഉറപ്പിച്ചിട്ട് അയാൾ നല്ല സ്പീഡിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നു. ഹിമാലയത്തിൽ ഞാൻ കണ്ട ജീപ്പ് ഡ്രൈവർമാർ മിക്കവാറും ഇങ്ങനെയാണ്. അവരുടെ ഒരു കയ്യിൽ ഫോണും മറ്റേ കയ്യിൽ സ്റ്റിയറിങ്ങുമായിരിക്കും. പോകുന്ന വഴിയിൽ വലിയൊരു ആട്ടിൻകൂട്ടം ഞങ്ങളുടെ വണ്ടി കുറച്ചു നേരം പിടിച്ചു നിർത്തി. ഇത് ചിലപ്പോൾ 2-3 പേരുടെ ആയിരിക്കുമെന്ന് ഡ്രൈവർ പറഞ്ഞു. ഇത് മൊത്തം ചെമ്മരിയാടുകളാണ്. ഇവിടെ ഇപ്പോൾ ചൂടുകാലമായതുകൊണ്ട് തണുപ്പുള്ള പർവ്വതങ്ങളിലേക്ക് ഇവയെ കൊണ്ടുപോവുകയാണെന്ന് ഡ്രൈവർ എന്നോട് പറഞ്ഞു. ആടുകളുടെ കൂട്ടത്തിൻ്റെ ഏറ്റവും പുറകിൽ അവയെ നയിച്ചുകൊണ്ട് ആട്ടിടയനും പിന്നെ കൂട്ടുകാരനായ നായും കടന്നുപോയി. അങ്ങനെ യാത്ര പോകവേ ഡ്രൈവർക്ക് ഒരു ഫോൺ കോൾ വന്നു. അയാൾക്ക് അർജന്റായിട്ട് മുൻഷിയാരിയിലേക്ക് തിരിച്ചു പോകണമത്രേ. അങ്ങനെ ഖലിയ ടോപ്പിൻ്റെ ഏകദേശം 1 കിലോമീറ്റർ പിറകിൽ എന്നെ ഇറക്കി വിട്ടിട്ട് ഡ്രൈവർ മുൻഷിയാരിയിലേക്ക് മടങ്ങിപ്പോയി. അങ്ങനെ പോകുന്ന വഴിയിലെ കാഴ്ചകൾ കണ്ടിട്ട് പതുക്കെ നടന്ന് ഖലിയ ടോപ്പിൻ്റെ എൻട്രൻസ് എത്താമെന്ന് ഞാനും വിചാരിച്ചു. പോകുന്ന വഴിയിൽ പശുക്കളുടെയും എരുമകളുടെയും ഒക്കെ ഒരു വലിയ ലായം. ഈ ലായത്തിൽ തന്നെയാണ് ഇതിനെ മേയ്ക്കുന്ന ഇടയന്മാരും താമസിക്കുന്നത്. അങ്ങനെ ഖലിയ ടോപ്പിൻ്റെ എൻട്രൻസിലേക്ക് ഞാൻ പതുക്കെ നടന്നു തുടങ്ങി. ഖലിയ ടോപ്പിൻ്റെ പ്രവേശന കവാടത്തിൽ നിന്നും 50 രൂപയുടെ എൻട്രി ടിക്കറ്റ് എടുത്തിട്ട് ഞാൻ മുകളിലേക്ക് നടന്നു. ഇന്നത്തെ ആദ്യത്തെ വിസിറ്ററാണ് ഞാൻ. ഇൻഡോ പാകിസ്ഥാൻ പ്രശ്നങ്ങൾ നടക്കുന്നതുകൊണ്ടും മഴ ആയതുകൊണ്ടുമൊക്കെ ആൾക്കാർ തീരെ കുറവാണത്രേ. ഖലിയ ടോപ്പിൻ്റെ പ്രവേശന കവാടത്തിൻ്റെ അടുത്ത് തന്നെ വലിയൊരു ആട്ടിൻകൂട്ടം. അത് മല കയറി അങ്ങനെ കടന്നു പോവുകയാണ്. ആകാശം മുട്ടെ വളർന്നു നിൽക്കുന്ന വൻമരങ്ങളാണ് കാട്ടിൽ പലയിടത്തും. നീലാകാശത്തിനോട് കഥ പറയാനെന്നവണ്ണം ഈ മരങ്ങളൊക്കെ ആകാശം മുട്ടെ അങ്ങനെ വളർന്നു പോവുകയാണ്. ഒന്ന് കാത് കൂർപ്പിച്ചാൽ കാട് നമ്മളോട് സംസാരിക്കുന്നത് നമ്മൾക്ക് വ്യക്തമായി കേൾക്കാം. ട്രെക്കിംഗ് തുടങ്ങി ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഇത് അത്ര ഈസി ആയിട്ടുള്ള ഒരു ട്രെക്ക് അല്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ കരുതിയിരുന്ന ORS എൻ്റെ കുപ്പിയിലെ വെള്ളത്തിൽ കലക്കിയെടുത്തു. കുറച്ച് നീണ്ട ട്രെക്കിങ്ങിന് പോകുമ്പോൾ നമ്മൾ ഒരിക്കലും മറക്കാതെ വെള്ളവും ORSഉം അതുപോലെ കഴിക്കാനുള്ള 1-2 പഴമോ ബിസ്ക്കറ്റോ ഒക്കെ കരുതുന്നത് വളരെ അത്യാവശ്യമാണ്. കഴിഞ്ഞ വർഷം ഹിമാലയത്തിലെ തന്നെ ഓലി എന്ന സ്ഥലത്ത് ട്രെക്കിംഗ് നടത്തിയപ്പോൾ ഗൈഡ് തന്ന ഇൻസ്ട്രക്ഷൻസ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. നമ്മളെപ്പോഴും ഹൈഡ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതുപോലെ ഓരോ 10-15 മിനിറ്റിൽ ചെറിയ ചെറിയ ബ്രേക്സും ട്രെക്കിങ്ങിനിടെ നമ്മൾ മസ്റ്റായിട്ട് എടുത്തിരിക്കണം. പലപ്പോഴും തണുപ്പുള്ള പ്രകൃതിയാണെങ്കിൽ നമ്മൾ വെള്ളം കുടിക്കുന്ന കാര്യം മറന്നുപോകും. പക്ഷേ വിയർപ്പിലൂടെ ധാരാളം ധാതുക്കളും
ജലവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. നിർജ്ജലീകരണം സംഭവിച്ചാൽ സ്ട്രോക്ക് വരാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. ട്രക്കിങ്ങിലൊക്കെ വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്ത എന്നെപ്പോലുള്ള വ്യക്തികൾക്ക് 4 തൊട്ട് 5 മണിക്കൂർ എടുക്കും കലിയ ടോപ്പിൽ വരെ എത്താൻ. അവിടെ നിന്ന് തിരിച്ചു വരാനും അത്ര തന്നെ സമയം വേണ്ടിവരും. മാർച്ച് തൊട്ട് ജൂൺ വരെയും സെപ്റ്റംബർ മുതൽ നവംബർ പകുതി വരെയുമാണ് കലിയ ടോപ്പ് സന്ദർശിക്കാൻ പറ്റിയ സമയം. മഴക്കാലത്തും മഞ്ഞുകാലത്തും കലിയ ടോപ്പിലേക്കുള്ള ട്രെക്കിംഗ് കുറച്ച് റിസ്ക് ഉള്ളതാണ്. ട്രെക്ക് ചെയ്യുന്ന സമയം ഇടയ്ക്കൊക്കെ ചെറിയ ചെറിയ ബ്രേക്കുകൾ എടുത്തിട്ട് പ്രകൃതിയെ ഒന്ന് കണ്ടും കേട്ടും ഗാർഡിനോട് സംസാരിച്ചും ട്രെക്ക് ചെയ്യുന്നതാണ് നല്ലത്. എൻട്രി പോയിന്റിൽ നിന്നും ഞാൻ ഒരു കവറ് ബിസ്ക്കറ്റ് വാങ്ങിച്ചിരുന്നു. അത് വളരെ ഉപകാരപ്രദമായി. നമ്മുടെ ആങ്കിൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ട്രെക്കിംഗ് ഷൂസ് ധരിച്ചിട്ട് വേണം ഇങ്ങനെയുള്ള ട്രെക്കിങ്ങുകളിലൊക്കെ പങ്കെടുക്കുവാൻ. അല്ലെങ്കിൽ ബൈ ചാൻസിൽ നമ്മൾ മറിഞ്ഞോ പറ്റോ വീണാൽ ആദ്യം ഇഞ്ചുറി പറ്റുന്നത് നമ്മുടെ ഉപ്പൂറ്റിക്കായിരിക്കും. ട്രെക്കിംഗ് റൂട്ടിൽ അങ്ങനെയൊരു ഇഞ്ചുറി പറ്റിയാലുള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കലിയ ടോപ്പിലേക്കുള്ള യാത്രയിലെ ഏറ്റവും പ്രയാസപ്പെട്ട ഭാഗം ആദ്യത്തെ 1 കിലോമീറ്ററും അവസാനത്തെ 1 കിലോമീറ്ററുമാണ്. വൻമരങ്ങൾ ധാരാളമുണ്ട് ഈ കാട്ടിൽ. ഹിമാലയത്തിലെ കാടുകളിലൂടെയുള്ള രണ്ടാമത്തെ ട്രെക്കിംഗ് ആണ് ഇത്. എൻ്റെ ആദ്യത്തെ ട്രെക്കിംഗ് ഹിമാചൽ പ്രദേശിലെ ജിബിയിലായിരുന്നു. കാട്ടിലൂടെയുള്ള ട്രെക്കിങ്ങിൽ വഴിതെറ്റാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഒറ്റയ്ക്കാകുമ്പോൾ വന്യമൃഗങ്ങളൊക്കെ ആക്രമിക്കാൻ വന്നാലോ എന്നുള്ളൊരു ചെറിയ പേടിയും എനിക്കുണ്ട്. ട്രെക്കിംഗ് തുടങ്ങി ഏതാണ്ട് 2.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും മരങ്ങൾക്കിടയിലൂടെ ഹിമാലയം വീണ്ടും കണ്ടു തുടങ്ങി. ഈ കാണുന്നതാണ് ട്രെക്കിങ്ങിൻ്റെ ഇടയിലുള്ള ബേസ് ക്യാമ്പ്. ഇവിടെ നിന്നും 1 കിലോമീറ്ററുടെ മുകളിലോട്ട് പോകണം കലിയ ടോപ്പിലെത്താൻ. കലിയ ടോപ്പിലേക്കുള്ള വഴിയിൽ ഇവിടെ ബ്രേക്ക് എടുത്തിട്ടാണ് ആൾക്കാർ മുകളിലോട്ട് പോകുന്നത്. ഇവിടെ ചായയും ബേസിക്കായിട്ടുള്ള സ്നാക്സുമൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ब्रेकफास्ट ले लिया आपने? हाँ। ഞാനും കഴിക്കാൻ വേണ്ടി ഒരു മാഗി ഓർഡർ ചെയ്തിട്ട് മുന്നിൽ കാണുന്ന കസേരകളിൽ ഒന്നിൽ ഇടം പിടിച്ചു. ഹിമാലയം കണ്ടുകൊണ്ട് ചൂടുള്ള മാഗി കഴിക്കാൻ ഒരു പ്രത്യേക സുഖമായിരിക്കുമല്ലോ. ബേസ് ക്യാമ്പിൽ റെസ്റ്റ് എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് അമൻ ചോപ്ര എന്ന ചെറുപ്പക്കാരനെയും അവൻ്റെ കൂട്ടുകാരനെയും പരിചയപ്പെട്ടത്. അവരും കലിയ ടോപ്പിലേക്കുള്ള ട്രെക്കിംഗ് നടത്തുകയാണെന്ന് അറിഞ്ഞപ്പോൾ ഞാനും അവരുടെ കൂടെ കൂടി. ഇനിയുള്ള 1 കിലോമീറ്റർ നല്ല കുത്തനെയുള്ള കയറ്റമാണ്. മുകളിലേക്കുള്ള വഴിയിൽ ഉത്തരാഖണ്ഡിൻ്റെ സ്റ്റേറ്റ് പുഷ്പമെന്നറിയപ്പെടുന്ന ബുറാൻസ് എന്ന പൂവ് ധാരാളം കണ്ടു. കുറച്ച് താഴെയൊക്കെ ചുവന്ന നിറത്തിൽ കാണപ്പെട്ട ഈ പൂവ് മുകളിലെത്തുമ്പോഴേക്കും കളർ മാറി റോസ് നിറത്തിലാകുന്നു. അങ്ങനെ നടന്ന് ഏതാണ്ട്
4-4.5 മണിക്കൂറത്തെ ട്രെക്കിങ്ങിന് ശേഷം കലിയറ്റോപ്പിൻ്റെ മുകളിലേക്ക് ഞാൻ എത്തുകയാണ്. കലിയറ്റോപ്പിൽ വലിയ മരങ്ങളൊന്നുമില്ല, മൊത്തം പുൽത്തകിടിയാണ്. ശക്തിയായ കാറ്റടിക്കുന്നുണ്ട്. അതുകൊണ്ട് കുറച്ചു നേരം നിന്നിട്ട് തിരിച്ചു പോകാമെന്ന് ഞാൻ വിചാരിച്ചു. മഴയ്ക്കും നല്ല ചാൻസ് കാണുന്നുണ്ട്. മാനം മുട്ടെ വളർന്നു നിൽക്കുന്ന ഈ മലനിരകളും അതിനെ പൊതിയുന്ന ഈ പുൽപ്പരപ്പുകളും കാർമേഘങ്ങളും തണുത്ത കാറ്റുമെല്ലാം ചേർന്ന് ഏതൊരു മനുഷ്യനെയും ഒരു കവിയാക്കി മാറ്റും. കുറച്ച് ദൂരെ കാണുന്നതാണ് ഠമരു പത്തർ. ഒരു ചെണ്ടയുടെ ഷേപ്പാണ് ഇതിനുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേര് ഇതിന് വന്നത്. എൻ്റെ കൂടെ വന്ന ചെറുപ്പക്കാർ വളരെ ഈസിയായിട്ട് ഈ കല്ലിൻ്റെ മുകളിൽ കയറി. കല്ലിൻ്റെ മറുഭാഗം കുത്തനെയുള്ള ഒരു താഴ്ചയാണ്. അങ്ങനെ കലിയറ്റോപ്പിലെ കാഴ്ചകൾ മനം നിറയെ കണ്ടും കേട്ടും ആസ്വദിച്ചും കൊണ്ട് ഞങ്ങൾ മലയിറങ്ങി. ഞങ്ങൾ തിരിച്ചിറങ്ങുന്ന വഴി പകുതി പിന്നിട്ടപ്പോഴേക്കും മഴ പെയ്തു തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് മഴയുടെ ശക്തി കൂടിയിരുന്നു. അങ്ങനെ പോകുന്ന വഴിയൊക്കെ മൂടൽമഞ്ഞ് മൂടി. കുറച്ച് പ്രയാസപ്പെട്ടാണ് ഞങ്ങൾ കലിയറ്റോപ്പിൽ നിന്നും താഴെ എത്തിയത്. അപ്പോഴേക്കും സമയം ഏതാണ്ട് വൈകുന്നേരമായിരുന്നു. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ദിസ് ഈസ് ബെൻസൺ ജോൺ സൈനിങ് ഓഫ് ഫ്രം ബെൻസൺസ് ട്രാവൽസ്. മുൻഷിയാരെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങളുമായി അടുത്ത വീഡിയോയിൽ ഞാൻ മടങ്ങി വരാം. അതുവരേക്കും ബൈ ബൈ.